ഇതൊരു ടെക്നിക്കാണ്. ഇതൊരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ആരെങ്കിലും അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവര് നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ബ്രോ, ഈ ഒരു റൂൾ മാത്രം നിങ്ങളെടുത്ത് പ്രയോഗിച്ചു നോക്കൂ. ആൻഡ് ഐ ചാലഞ്ച് യു, ഇറ്റ് വിൽ വർക്ക് ദാറ്റ് ഗുഡ്. എന്തൊക്കെ നടക്കാം ഇല്ലേ ബ്രോ? നിങ്ങൾ എനിക്ക് വേണ്ടി ഈ കാര്യം റിയലി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. രണ്ടാൾക്കാരുണ്ട്, രണ്ടുപേരും സ്വർണ്ണക്കട നടത്തിക്കൊണ്ടിരിക്കുക. ഒരു റാഡ് മൈൻഡഡ് ആയിട്ടുള്ള ഒരുത്തനുണ്ട്, ഒരു ഈഗിൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരുത്തനുണ്ട്. സെയിം കട, സെയിം സ്ക്വയർ ഫീറ്റ്, സെയിം മെറ്റീരിയൽ, എല്ലാം സെയിം. എല്ലാ സ്വർണ്ണക്കടയിലും കയറുന്നിട്ട് നല്ല AC ഉണ്ട്, കംഫർട്ടബിൾ ആണ്. ഇങ്ങനെ രണ്ടാൾക്കാരും സ്വർണ്ണം എല്ലാം നല്ലോണം ഡിസ്പ്ലേ ചെയ്യാൻ വെച്ചിട്ടുണ്ട്, ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്, ഡെമ്മിയൊക്കെ ഇങ്ങനെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് സ്വർണ്ണങ്ങളും ഉണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരുത്തന് റാഡ് മൈൻഡ് സെറ്റുമാണ്, ഒരുത്തന് ഈഗിൾ മൈൻഡ് സെറ്റുമാണ്. പക്ഷേ നമ്മൾ ഇവരുടെ രണ്ടുപേരെയും കടയിൽ കയറുകയാണെങ്കിൽ, ഇതിനകത്ത് ഒരാൾ എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾ കയറി വരുമ്പോഴേ നിങ്ങളെ വെൽക്കം ചെയ്യും, ഒരിടത്ത് ഇരിക്കാൻ പറയും. അവിടെ വന്ന് നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് നിങ്ങളോട് ആദ്യം ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, എന്താണ് മാഡം വേണ്ടത്, കോഫിയോ ടീയോ കൂൾ ഡ്രിങ്കോ എന്താണ് വേണ്ടതെന്നാണ്. അതേ സെയിം ടൈം മറ്റേ കടയിലും നിങ്ങൾ കയറുന്നുണ്ട്. അവർ ജസ്റ്റ് നിങ്ങൾ അവിടെ വന്ന് ഇരിക്കുമ്പോഴേ അവർ നിങ്ങളോട് ചോദിക്കുന്നത് ഏത് സ്വർണ്ണം വേണം, ഏത് ടൈപ്പ് വേണം, എന്താ മാഡം വേണ്ടത്, അങ്ങനെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ ഡീപ്ലി ഒരു കാര്യം ഇമാജിൻ ചെയ്ത് നോക്കൂ. ഈ രണ്ട് കടക്കാരിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സെയിൽസ് ബ്രേക്ക് ചെയ്യുന്നത്? ഏത് കടക്കാരനായിരിക്കും കസ്റ്റമറിനെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്? അത് ഉറപ്പായിട്ടും നമുക്കെല്ലാവർക്കും അറിയുന്നതിൻ്റെ കൂട്ട് അത് ആ ഈഗിൾ മൈൻഡ് സെറ്റുള്ള ജ്വല്ലറിക്കാരനായിരിക്കും. എന്തുകൊണ്ടെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? ഓക്കെ ബ്രോ, പറഞ്ഞ് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലോകത്ത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്തെന്നറിയാം? എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തെന്നറിയാം? നിങ്ങളെ ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടണം. ഇപ്പൊ ചിലമാർ പറഞ്ഞിട്ട്, ഇല്ല ബ്രോ, ഞാൻ സിഗ്മ മെയിലാണ്, എനിക്കാരും ഇഷ്ടപ്പെടണ്ട, ഐ ഡോണ്ട് കെയർ. നോ, ഡോണ്ട് ലൈ ടു മീ, ഡോണ്ട് ഫക്കിംഗ് ലൈ ടു മീ. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ബ്രോ, ഇതൊരു ടെക്നിക്കാണ്, ഇതൊരു മാനിപ്പുലേഷൻ ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ബ്രോ, നിങ്ങളിപ്പോൾ അതുപോലെ തന്നെ ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്തായിരിക്കും ആ ഈഗിൾ മൈൻഡ് സെറ്റുള്ള സ്വർണ്ണക്കടക്കാരന് കൂടുതൽ സെയിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയത്, എന്താണ് അതിന്റെ സീക്രട്ട്? ബ്രോ, അതെന്ന് പറഞ്ഞ ഒരു ഡാർക്ക് മാനിപ്പുലേഷൻ ആണ്. നമുക്ക് അതിനെ ഡാർക്ക് എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആർക്കും ഹാം ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അത് അത്രമാത്രം ഒരു ഡാർക്ക് മാനിപ്പുലേഷൻ തൊട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ദ ബ്യൂട്ടിഫുൾ നെയിം ഈസ് റെസിപ്രോസിറ്റി. റെസിപ്രോസിറ്റി എന്ന് വെച്ചാൽ ആ കടക്കാരൻ അവിടെ ഉപയോഗിച്ച ട്രിക്കാണ് റെസിപ്രോസിറ്റി. ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവര് നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ബ്രോ, ഈ ഒരു റൂൾ മാത്രം നിങ്ങളെടുത്ത് പ്രയോഗിച്ചു നോക്കൂ. ആൻഡ് ഐ ചാലഞ്ച് യു, ഇറ്റ് വിൽ വർക്ക് ദാറ്റ് ഗുഡ്. റെസിപ്രോസിറ്റി. ഞാൻ ഇന്ന് നടന്നൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ ഇങ്ങനെ പാർട്ടൈം കടയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ചോദിച്ചു, ബ്രോ ചാർജർ ഉണ്ടോ, എൻ്റെ ഫോണിന് ചാർജ് ഇല്ല, ഇപ്പൊ തീരുമെന്ന് പറഞ്ഞു. ആരെയും കണ്ട് അർജന്റായിട്ട് കോൾ ചെയ്യാൻ എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞു. അയാളെ ഞാൻ ചാർജ് നോക്കിയപ്പോൾ 5% കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞു ചേട്ടാ, ഓക്കെ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് അവിടെ പോയിട്ട് ചാർജർ എടുത്ത് കുത്തിയപ്പം പുള്ളി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. ഞാൻ വിചാരിച്ചു പുള്ളി ഫോൺ ചാർജ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് വന്നായിരിക്കും, പെട്ടെന്ന് പോകുന്നു വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ 25 മിനിറ്റ് അങ്ങാണ്ട് വെയിറ്റ് ചെയ്തു. അപ്പം പുള്ളി പറഞ്ഞു മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പ്ലഗ് ഔട്ട് ചെയ്തിട്ട് ഫോൺ പുള്ളിയുടെ കൊണ്ട് കൊടുത്തപ്പോൾ പുള്ളി പറയുക, ബ്രോ, എനിക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അതൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് ഇവിടെ റിയലി സംഭവിച്ചത്? ഇന്ന് നടന്ന കാര്യമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുക ഇന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഇന്ന് നടന്നൊരു കാര്യമാണത്. നിങ്ങൾ മനസ്സിലാക്കണം. റിയലി നിങ്ങൾ അവിടെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. അല്ലാതെ പൊട്ടൻ്റെ കൂട്ട് റാറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവൻ്റെ കൂട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ, ചാർജ് കൊണ്ടുവന്ന് നിങ്ങൾ ചാർജ് എടുത്തു. നോ, ഇവിടെ റിയലി ഒരു സംഭവം നടന്നിട്ടുണ്ട്. അയാൾ ഒരു കസ്റ്റമർ പോലും അല്ലായിരുന്നു. റൈറ്റ്, അയാളുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ഫോണിൽ ചാർജ് ചെയ്യുക എന്നതാണ്. ഞാൻ ഇവിടെ ചെന്ന് ചാർജ് ചെയ്തത് കൊണ്ട് പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒബ്ലിഗേഷൻ തോന്നി. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ അർജന്റ് ആയിട്ടൊരു കോൾ ചെയ്യണമായിരുന്നു, ഫോൺ ഇപ്പൊ കട്ടാവുമായിരുന്നു. റൈറ്റ്, അപ്പോൾ അതിന് തിരിച്ച് പുള്ളി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അപ്പൊ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്കെന്തോ 10,000 രൂപ എടുത്ത് തരാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യരുത്. ഇവിടെ റിയലി നിങ്ങൾ ശ്രദ്ധിക്കണം. പുള്ളി നോക്കിയപ്പോൾ പുള്ളിക്ക് പിന്നെ അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു കാര്യം എന്താണ്? ഇവിടെ നിന്നൊരു പ്രോഡക്റ്റ് മേടിക്കുക എന്നതാണ്. പുള്ളി അതാണ് ക്ലിയർലി ചെയ്തത്. ചില പൊട്ടന്മാർ ഇപ്പൊ തിങ്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല ബ്രോ, കോയിൻസിഡൻസ് ആണ്. കാമോൺ ബ്രോ, കോയിൻസിഡൻസ് ഒന്നുമല്ല. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് സർക്കിൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു G ആവണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ,
നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. റെസിപ്രോസിറ്റി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അത് ചെറിയ ഹെൽപ്പായിരിക്കാം, വലിയ ഹെൽപ്പായിരിക്കാം, ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഹെൽപ്പ് അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. ദാറ്റ് ഈസ് റെസിപ്രോസിറ്റി. ഇത് മാർക്കറ്റിംഗ് സെൻസിലും സെയിൽസ് സെൻസിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ ബ്രോ. എന്താണ് റിയലി അവിടെ ആ ഈഗിൾ മൈൻഡ് സെറ്റുള്ള സ്വർണ്ണക്കടക്കാരൻ ചെയ്തത്? വെറും 10 രൂപ 20 രൂപ കിട്ടുന്ന ഫ്രൂട്ടി അല്ലെങ്കിൽ കൊക്കക്കോള അല്ലെങ്കിൽ ജ്യൂസ് ചെറിയ ചെറിയ കപ്പിലാക്കി വെച്ചിരിക്കുന്നു. അവിടെ വരുമ്പോഴത്തേക്ക് ഈ ഡ്രിങ്ക് കൊടുക്കുന്നു, അതും മധുരമുള്ള ഡ്രിങ്ക്, ഡോപ്പമിൻ ഉണർത്തുന്ന ഡ്രിങ്ക്, ഹാപ്പിനെസ് ഉണർത്തുന്ന ഡ്രിങ്ക് കൊടുക്കുന്നു. ജസ്റ്റ് അവരെ കൂൾ ഡൗൺ ചെയ്യുന്നു, റിലാക്സ്ഡ് ചെയ്യുന്നു. ഒരിക്കലും ആ ഡ്രിങ്ക് അവർ കുടിച്ചു കഴിയുമ്പോൾ ഒരിക്കലും അവർക്ക് അവിടുന്ന് ഒരു സാധനം മേടിക്കാതെ എണ്ണിച്ചു പോകാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് റെസിപ്രോസിറ്റി. കാരണം അവരുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നമ്മൾ മേടിച്ചു, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്കത് കിടക്കും. ഇവിടുന്ന് ഞാൻ ഇത് കുടിച്ച് നീ എങ്ങനെ അത് നിങ്ങളിത് പറയുന്നുണ്ട്. ഇത് തിൻ ലെയർ ആണ്. നിങ്ങളിത് റിയലി മനസ്സിലാക്കണം. നിങ്ങൾ അടുത്ത വട്ടം പോകുമ്പോൾ ഇതിന്റെ മെയിൻ റീസൺ നിങ്ങൾക്ക് അറിയണമെങ്കിൽ സാമ്പിൾ എന്തുകൊണ്ട് കടയിൽ കൊടുക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മുടെ കേരളത്തിൽ ആ കൾച്ചർ ഇല്ല, ഇത് കൂടുതലും വെസ്റ്റേൺ കൾച്ചറാണ്. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, റെസിപ്രോസിറ്റി ഈസ് എ ബിഗ്ഗസ്റ്റ് തിങ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയുന്നു, ഇഫ് യു നോ ഹൗ ടു യൂസ് ഇറ്റ് ബ്രോ, യു വിൽ വിൻ ബ്രോ. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഒരു ലൈക്കബിൾ പേഴ്സൺ ആവണമെങ്കിൽ, സ്കൂളിൽ ഒരു താരം നിങ്ങൾക്ക് ആവണം. ഞാൻ നിങ്ങളോട് ഡയറക്റ്റ്ലി അങ്ങനെ പറയുന്നു. എനിക്കറിയാം എല്ലാവർക്കും അങ്ങനെ ആകണം എന്നൊരു ആഗ്രഹമുണ്ട്. ബ്രോ, എന്നെ ഇപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നോട് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല, ഞാൻ ഭയങ്കര ലോൺലി ആയിട്ടിരിക്കും, എനിക്ക് ആരോട് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് കുറെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ബ്രോ, നിങ്ങൾക്ക് ഈവൻ റിയലി തന്നെ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇൻട്രോവേർട്ട് സോണിൽ നിന്നും ആദ്യം നിങ്ങൾ മാറുക. അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബി ദ ഇനിഷ്യേറ്റീവ്. നിങ്ങൾ എന്തു കാര്യമാണ് നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് കാലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളായിരിക്കണം ഇനിഷ്യേറ്റീവ് ആവേണ്ടത്. നിങ്ങളായിരിക്കണം ഒരു ക്ലബിന്റെ മീറ്റിംഗ് ആദ്യം തുടങ്ങേണ്ടത്. നിങ്ങളായിരിക്കണം അവിടുത്തെ സ്കൂൾ കലോത്സവത്തിൽ ആദ്യം ഇനിഷ്യേറ്റീവ്നെസ് എടുക്കേണ്ടത്. നിങ്ങളായിരിക്കണം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത്, ഇത് വളരെ ഡീപ്പായിട്ടുള്ള പോയിന്റ് ആണ്, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തൊരു ഫൺ ഇവന്റ് നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും മടിച്ചിരിക്കുമ്പോൾ, എല്ലാവരും മാറി നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളെ റിയലി പവർ കാണിക്കുകയാണ്. ഓക്കെ, ഞാനാണ് ഫൺ, എൻ്റെ അടുത്തോട്ടാണ് നിങ്ങൾ വരുന്നെങ്കിലാണ് നിങ്ങൾക്ക് ഫൺ കിട്ടുന്നത്. ഗേൾ ഓർ ബോയ്, എവ്രി വൺ ലവ് ഫൺ. ഡു യു ഗെറ്റ് മീ? സം പീപ്പിൾ വിൽ ഗെറ്റ് ദിസ്. സോ ഈ രണ്ട് കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റെസിപ്രോസിറ്റിയും അതിൻ്റെ കൂടെ ഈ ഇനിഷ്യേറ്റീവ്നെസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഐ ബിലീവ് ഇൻ യു ബ്രോ. എനിക്കറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്താണ് റിയലി പ്രോബ്ലം എന്ന് എനിക്ക് നല്ലോണം അറിയാം. അല്ലാതെ നിങ്ങളുടെ ലൈവ് ചെയ്യുന്നതിലോട്ട് പൊട്ടനല്ല ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രമാത്രം സോഷ്യൽ സ്കിൽസ് ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് ബ്രോ ഞാൻ നിങ്ങളോട് പറയുന്നത്. ടു ഇംപ്രൂവ് സോഷ്യൽ സ്കിൽസ് എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് പോയി വാച്ച് ചെയ്ത് നോക്കുക. ബ്യൂട്ടിഫുൾ വീഡിയോ ആണ്. എല്ലാവരോടും ഇത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ചിലപ്പം പേടി ഉണ്ടായിരിക്കും, എല്ലാവരോടും ബ്രോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ബ്രോ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട. സ്റ്റാർട്ട് ആൻഡ് ഫോക്കസ് വൺ പേഴ്സൺ. ആൻഡ് ഇതാണ് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്. ഇംപ്രൂവ് യുവർ സോഷ്യൽ സ്കിൽസ്. ഇതുപോലൊരു സ്കിൽ വേറെ ഇനി ലോകത്ത് കിട്ടാനില്ല. അത്രമാത്രം പവർഫുൾ ആയിട്ടൊരു സ്കില്ലാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് അത്ര ട്രെൻഡിങ്ങിലല്ല നിൽക്കുന്ന ഒരു സ്കില്ലാണ്. ബെറ്റ് മീ, വിത്തിൻ 5 years ഈ സ്കില്ലുള്ളവനായിരിക്കും $1 billion ഉണ്ടാക്കാൻ പോകുന്നത്. ഈ സ്കില്ലുള്ളവനായിരിക്കും $1 million ഉണ്ടാക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് സോഷ്യൽ സ്കിൽസ്. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇരിക്കില്ല, ഓ ബ്രോ എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞിരിക്കുന്നത് റാഡ് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ റിയലി അങ്ങനല്ല തിങ്ക് ചെയ്യേണ്ടത്, നമ്മൾ റിയലി അങ്ങനല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാവരെയും പോയി ഇപ്പം അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരുടെയും ഒരു ലൈക്കബിൾ പേഴ്സണായി മാറാൻ നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരു മാഗ്നറ്റ് പോലെ ആകാൻ പറ്റത്തില്ല. നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് വിത്ത് 1 person. എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും? നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് ഉപയോഗിച്ച്. അവിടെ നിങ്ങൾക്ക് റെസിപ്രോസിറ്റിയും ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഡു യു അണ്ടർസ്റ്റാൻഡ് ബ്രോ? റിയലി വർക്ക് ചെയ്യുന്ന 4ാമത്തെ ഒരു പോയിന്റ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു എൻവയോൺമെൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളൊരു സ്കൂളിൽ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളൊരു കോളേജിൽ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഡീപ്ലി അവിടെ അനലൈസ് ചെയ്തിട്ട് ഈ കാര്യം എടുത്ത് ഉപയോഗിക്കുക, ഈ റൂൾ എടുത്ത് പ്രയോഗിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫക്ട് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നു തെന്നി മാറിയാൽ
ബാക്കിയുള്ള റൂൾസ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും നിങ്ങൾ തെന്നി മാറി വല്ലതും ചെയ്താൽ, ആവശ്യമില്ലാത്തടത്ത് എടുത്ത് കയറി ഉപയോഗിച്ചാൽ യു ആർ ഗെറ്റിംഗ് ഫക്ഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നല്ലവണ്ണം അനലൈസ് ചെയ്തിട്ട് നല്ലവണ്ണം മാർക്കറ്റ് എങ്ങനെയാണ്, നിലം എങ്ങനെയാണെന്ന് പഠിച്ചിട്ടേ ഈ റൂൾ എടുത്ത് ഉപയോഗിക്കാവൂ. റൂൾ ഇതാണ്: ക്വസ്റ്റ്യനിങ് തിങ്സ്, ചലഞ്ച് തിങ്സ്. എന്ന് വെച്ചാൽ അതോറിറ്റി ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സാറായിരിക്കാം, നിങ്ങളുടെ ടീച്ചറായിരിക്കാം, നിങ്ങളുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം ലീഡർ ആയിരിക്കാം, ആരാണെങ്കിലും അവിടെ നിങ്ങൾ ആദ്യം അനലൈസ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം, ഇവർ എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ അത് അവരുടെ ഭാഗത്തായിരിക്കണം തെറ്റെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, റൈറ്റ്? എന്നിട്ട് പൊളൈറ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് വെച്ചാൽ, നിങ്ങളൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് നോക്കും. നിങ്ങൾക്കൊരു ടീം ലീഡർ ഉണ്ട്. ടീം ലീഡർ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നു. ആ ടീമിൽ 11 പേരാണുള്ളത്. ടോട്ടൽ 12 പേര്. ടീം ലീഡറാണ് ഒരാൾ, റൈറ്റ്? സോ ആ 11 പേർക്കും അറിയാം ഇയാൾ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യാന്ന് അറിയാം. അപ്പൊ അതിനകത്ത് ഒരാൾ എണ്ണിച്ചിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. എന്തുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് റിപ്പീറ്റ്ലി ചെയ്യുന്നു? ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല, സ്ലീപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, നിങ്ങളുടെ ഒരു കെയർ ചെയ്യുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം റിയലി അവിടെ സംഭവിക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം വീക്കായിട്ടുള്ള ഒരാളാണ്, റൈറ്റ്? ബാക്കിയുള്ളവർക്കെല്ലാം അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്, പക്ഷെ അവർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവർക്കുള്ളിൽ ഭയം ഉണ്ടായതുകൊണ്ട്, അവർക്കുള്ളിൽ ഒരു ആ ഗട്ടില്ലാത്തതുകൊണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊളൈറ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റിയലി എന്താണ് സംഭവിക്കുന്നത്? ആ 11 പേരും നിങ്ങളുടെ കൂടെ നിൽക്കും. ദാറ്റ് ഈസ് പവർഫുൾ തിങ്. ആ 11 പേരും നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം എന്താണ്? അവർക്കറിയാം ലോജിക്കലി ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാളെങ്കിലും പറഞ്ഞല്ലോ, അവർക്കും പറയേണ്ട കാര്യമാണ് ഈ ഒരാളെങ്കിലും പറയുന്നത്. ആ 10 പേർക്കും, ആ ടോട്ടൽ 10 പേർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും. ഡു ഇറ്റ് ബ്രോ. 5ാമത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഇത് റിയലി വർക്കാവുന്ന കാര്യമാണ്, ലോജിക്കലി ഉള്ള ഒരു കാര്യമാണ്. 5ാമത്തെ കാര്യം ഇതാണ് ബ്രോ: ബിൽഡ് യുവർ സ്റ്റാറ്റസ്. എന്താണത്? റിയലി എന്താണ് ബിൽഡ് യുവർ സ്റ്റാറ്റസ്? ബ്രോ, നിങ്ങൾക്കൊരു സ്റ്റാറ്റസ് കോ ഉണ്ടെങ്കിൽ, സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ ഒരു മെഡൽ പോലുള്ള സംഭവമാണ്. നിങ്ങൾ കോളേജിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്കിംഗ് എൻവയോൺമെന്റിലാണെങ്കിൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങളൊരു വർക്കിംഗ് എൻവയോൺമെന്റിലാണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂട്ടൊക്കെ കോഡിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ കൂട്ടുകാരുണ്ട്, മെയിലും ഫീമെയിലും എല്ലാവരും ഉണ്ട്, റൈറ്റ്? എന്നാൽ നിങ്ങൾക്കുള്ളൊരു സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ, സിമ്പിളി ഉള്ളൊരു സ്റ്റാറ്റസ് കോ, ഒരു യുണീക്ക് എന്ന് വെച്ചാൽ അത്രമാത്രം യുണീക്കായിട്ടുള്ള, ക്യൂട്ടായിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡോഗ് നിങ്ങൾക്കുണ്ട്, റൈറ്റ്? നിങ്ങൾ ആ ഡോഗിനെയും കൊണ്ട് നിങ്ങളുടെ വർക്കിംഗ് എൻവയോൺമെന്റിലേക്ക് പോയി, റൈറ്റ്? ബ്രോ, യു വിൽ ബി ദ ജി. വേറെ ഒന്നും കൊണ്ടല്ല, വേറെ ഒറ്റ കാരണം കൊണ്ടല്ല, എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പട്ടി, റൈറ്റ്? ഗേൾസ്, ഡു യു അഗ്രി വിത്ത് മീ? യെസ്, റൈറ്റ്? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവൾമാർക്ക് പട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾ ആ സിറ്റുവേഷനിൽ അങ്ങനെ വന്നു, നിങ്ങൾക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഡോഗാണുള്ളത്. യുണീക്ക് എന്ന് വെച്ചാൽ അത്രമാത്രം ഡാം ക്യൂട്ട് ആണെങ്കിൽ എന്താണ് ഇവിടെ റിയലി സംഭവിക്കുന്നത്? പെൺപിള്ളേരെല്ലാം നിങ്ങളുടെ ചുറ്റിനായിരിക്കും. നല്ല പട്ടി എന്ന് പറഞ്ഞ ചുറ്റിനായിരിക്കും. ഇത് കണ്ടിട്ട് റിയലി ആൺപിള്ളേരെല്ലാം നിങ്ങളുടെ ചുറ്റിനും വരും. നീ ഭയങ്കര റിയലി ഇത് നടക്കും. ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് പോയി പട്ടിയെ മേടിച്ചോണ്ടോ, യുണീക്ക് പട്ടിയെ മേടിച്ചോണ്ട് നിങ്ങളുടെ കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം എന്നല്ല പറഞ്ഞത്. നോക്കൂ, ഇവിടാണ് മിസ്റ്റേക്ക്. ബിൽഡ് യുവർ സ്റ്റാറ്റസ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കാര്യം മാത്രമാണ് സ്റ്റാറ്റസ് ബിൽഡ് ചെയ്യാൻ. നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 10 out of 10 ബോഡി ഉണ്ടെങ്കിലോ, എന്തൊക്കെ നടക്കാം ഇല്ലേ? ആ എൻവയോൺമെന്റിലേക്ക് നിങ്ങൾ അങ്ങനെയാണോ പോകുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും നടക്കുന്നത്? ആയിരിക്കും അവിടെ നടക്കുന്നത്, റൈറ്റ്? സോ അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിൽഡ് യുവർ സ്റ്റാറ്റസ് കോ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് സിംപ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബിൽഡ് യുവർ സ്റ്റാറ്റസ് കോ. നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് ഉള്ളത്? നിങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ അവിടെ സിറ്റുവേഷനിൽ നിന്ന്, നിങ്ങളുടെ ഫ്രണ്ടിന്റെ സിറ്റുവേഷനിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ആ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടൂ? തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ഈ 5 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
5 കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ലൈക്കബിൾ പേഴ്സൺ ആവണമെങ്കിൽ ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ആൻഡ് മേ ബി ഐ വിൽ ഡു എ പാർട്ട് 2 ഓൺ ദിസ് തിങ്, ഐ ഡോണ്ട് നോ. സോ ഈ 5 കാര്യങ്ങൾ റിയലി വർക്ക് ചെയ്യും ബ്രോ, റിയലി വർക്ക് ചെയ്യും. സോ ഹാപ്പി ആയിട്ടിരിക്കൂ. You will never walk alone because we are the Z group. This is not the end. This is the beginning. Love you, brother. Ma.